എന്താണ് ടെറേറിയം? നീ ടെറേറിയം എന്ന് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് അന്ന് ആ പേര് കേൾക്കുന്നത് തന്നെ. ടെറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഒരു കൊച്ചു ഫോറസ്റ്റ് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് ലൈവായിട്ടുള്ള പ്ലാന്റ്സ്. ഓക്കെ, നമ്മുടെ വീടിനുള്ളിൽ ഒരു കുപ്പിക്കുള്ളിൽ ഒരു കുഞ്ഞു വനം നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ അതിനെ പരിപാലിക്കുന്നു. ഇതാണ് സംഭവം. ടേബിളിലാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നടക്കുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമുള്ള ഒരു വെട്ടം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലാന്റ്സുകൾ സർവൈവ് ചെയ്യും, ഗ്രോത്ത് ഉണ്ടാവും. ആക്ച്വലി വെട്ടം കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഇപ്പോൾ ഒരു ഷോക്കേസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ കൂടി ചെയ്യും അല്ലെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് ആളുകൾക്ക് അത് വീട്ടിൽ മേടിച്ചു വെക്കാൻ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഗ്ലാസ് ജാറിന്റെ അകത്ത് നമുക്ക് ലോങ് ടൈം, അതായത് നമുക്കൊരു വർഷങ്ങള് നമ്മൾ അടച്ച് ഇങ്ങനെ തന്നെ വെക്കാം. അത് കേട്ടു, മാസങ്ങളോളം വർഷങ്ങളോളം വലിയ കെയർ ഒന്നും ഇല്ലാതെ നമ്മളില്ലാതെ തന്നെ ഇത് സർവൈവ് ചെയ്യുമെന്ന് ഞാൻ ചെയ്യും. അതിനെ കുറിച്ച് കൂടുതൽ പറയാം. അതെങ്ങനെ അത് സാധിക്കും? എന്നൊരു കോൺസെപ്റ്റിലാണ് അതും ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇതിൽ കാണിക്കാം. അതുപോലെ ഒരു ചെറിയൊരു നമുക്ക് വാള് ഇപ്പൊ ഒരു വുഡൻ സ്ക്വയറിൽ നമുക്ക് താഴെ മണ്ണ് ചെളിമണ്ണില്ലേ, അത് ക്ലേ ചെയ്തതിനു ശേഷം അതിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെടികൾ പ്ലേസ് ചെയ്യും. ശേഷം നമുക്കത് വാളിന് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു പിക്ചർ നമ്മൾ വെക്കത്തില്ലേ, ഒരു ഔട്ട്ഡോർ പിക്ചർ നമ്മൾ വെക്കുന്ന പോലെ തന്നെ നമുക്ക് റിയൽ ലൈവായിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാനത് ഇവിടെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. നെമാറ്റിക് ക്ലബിന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. എൻ്റെ കൂടെ കോ ഹോസ്റ്റ് ആയിട്ടുള്ളത് ബിനു ശിവരാമനാണ്. ബിനു ശിവരാമന് പുതിയ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെറേറിയം എന്ന ഒരു പ്രോജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജും അല്ലെങ്കിൽ ആ ഒരു പേരിലാണ് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ടെറേറിയത്തെ കുറിച്ചും എക്കോ ഗ്ലാസ് പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ബിനു ഈ ഒരു പരിപാടിയിലേക്ക് വന്നത്, എങ്ങനെയാണ് എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്താണ്, ടെറേറിയം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ബിനുവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ബിനു, എനിക്കും അറിയേണ്ടത് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഒക്കെ അറിയേണ്ട ഒരു കാര്യം, എന്താണ് ടെറേറിയം? നീ ടെറേറിയം എന്ന് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് അന്ന് ആ പേര് കേൾക്കുന്നത് തന്നെ. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയത് വളരെ ഒരു വാവ് ഫാക്ടർ ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി. ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷെ നീ തന്നെ പറയും എന്താണ് ടെറേറിയം, നിനക്കാണ് അത് കൂടുതൽ അറിയാവുന്നത്. ഇത് എന്താ പറയുന്നത്, ടെറേറിയം കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു കുറച്ച് നാൾക്ക് മുമ്പാണ്. ടെറേറിയം കൺസെപ്റ്റ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ ചെടികളൊക്കെയാണ് വരുന്നത്. അപ്പൊ ടെറേറിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം ടെറേറിയം ഉണ്ട്. ഒന്ന് നമുക്ക് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളതും, പിന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇതുപോലെ കണ്ടെയ്നർ ജാറ് അടയ്ക്കാതെ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ക്ലോസ്ഡ് ആയിട്ടുള്ളതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടിയ ചെടികളാണ് വേണ്ടത്. അപ്പം ഹ്യൂമിഡിറ്റി കൂടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഫോട്ടോസിന്തസിസ് നടന്ന് ഈർപ്പം വന്ന് ആ ഈർപ്പം നൈറ്റ് ആകുമ്പോൾ ഈർപ്പം വന്നിട്ട് ആ ഈർപ്പം ഇതിൽ തന്നെ താഴെ പോയി വീണ്ടും അതൊരു സർക്കിളായിട്ട് നടക്കുന്ന സംഭവമാണ് ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയുന്നത്. ഓപ്പൺ ടെറേറിയത്തിന് അങ്ങനെയല്ല, ഹ്യൂമിഡിറ്റി കുറഞ്ഞ ചെടികളായിട്ടുള്ളത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെക്കാം. നമുക്ക് ലൈക്ക് അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ, ഓപ്പൺ ആയിട്ടല്ലേ. അപ്പൊ ആ അക്വേറിയത്തിന്റെ അകത്ത് ലെവലിൽ നമുക്ക് വെള്ളം വെച്ച് അതിന് മേളിൽ നമുക്ക് ഇതുപോലെ ടെറേറിയം ചെടികൾ, ഹ്യൂമിഡിറ്റി കുറഞ്ഞ ചെടികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ക്ലോസ്ഡ് ടെറേറിയം ഉണ്ട്, ഓപ്പൺ ടെറേറിയം ഉണ്ട്. ഈ രണ്ടെണ്ണമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ടെറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊച്ചു വനമുണ്ട്. കൊച്ചു വനം നമ്മുടെ വീട്ടിൽ ഫോറസ്റ്റ് നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ടെറേറിയം. ടെറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഒരു കൊച്ചു ഫോറസ്റ്റ് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് ലൈവായിട്ടുള്ള പ്ലാന്റ്സ്. ഓക്കെ, അത് കൊച്ചൊരു ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ടെറേറിയം എന്ന് പറയുന്നത്. നമ്മുടെ വീടിനുള്ളിൽ ഒരു കുപ്പിക്കുള്ളിൽ ഒരു കുഞ്ഞു വനം നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ അതിനെ പരിപാലിക്കുന്നു. ഇതാണ് സംഭവം. അപ്പൊ അതിനകത്ത് പലതരത്തിലുള്ള പ്ലാന്റ്സ്, എല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് തരം പ്ലാന്റ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകളെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ ലൈവ് പ്ലാന്റുകൾ വെള്ളം ചെടി ഒഴിച്ച് നമ്മുടെ വീടുകൾ വെക്കുന്ന സാധാരണ പ്ലാന്റ്സ്. ഓക്കെ,
അപ്പൊ ഈ പ്ലാന്റുകൾ നമ്മൾ ജോലിക്കിടയിൽ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇതിനെ പരിചരണം കൂടുതൽ ആവശ്യമുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കണം, പിന്നെ അതുപോലെ ഡ്രം ചെയ്ത് വിടണം, ഡെത്ത് ആവുന്നത് നോക്കണം. അപ്പൊ കെയർ കൂടുതൽ നമ്മൾ കൊടുക്കണം. അപ്പം കെയർ നമ്മൾ ഇതുപോലുള്ള ചെടികൾക്ക് നമ്മൾ കെയർ കൂടുതൽ കൊടുക്കണം. അപ്പൊ ഈ ടെറേറിയ അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, ഇപ്പൊ ഇതിൽ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ടുള്ള പരിചരണം കുറയും. അപ്പം നമുക്ക് എങ്ങനെ അത് കുറവുള്ള ചെടികളുണ്ട് എന്ന് അന്വേഷണം പോയി. അന്വേഷിച്ച് ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അറിഞ്ഞത്. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറേറിയ എന്നൊരു കോൺസെപ്റ്റിലോട്ട് വരുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഗ്ലാസ് ജാറിന്റെ അകത്ത് നമുക്ക് ലോങ് ടൈം, അതായത് നമുക്കൊരു വർഷങ്ങൾ നമ്മൾ അടച്ച് ഇങ്ങനെ തന്നെ വെക്കാം. കേട്ടു, മാസങ്ങളോളം വർഷങ്ങളോളം വലിയ കെയർ ഒന്നും ഇല്ലാതെ നമ്മളില്ലാതെ തന്നെ ഇത് സർവൈവ് ചെയ്യുമെന്ന് ഞാൻ ചെയ്യും. അതാണ് അതിനെ കുറിച്ച് കൂടുതൽ പറയാം. അതെങ്ങനെ അത് സാധിക്കും? ഇതെന്ന് പറയുന്നത് ഇതിന്റെ അകത്തൊരു വാട്ടർ കണ്ടന്റ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത സമയത്ത് നമുക്കൊരു ആഴ്ചയിൽ 2 പ്രാവശ്യം കാണാൻ ഒഴിച്ചു കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വാട്ടർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഒരു സർക്കിൾ നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? മഴ വരുന്നു, ആ വെള്ളം താഴെ പോകുന്നു, തിരിച്ചത് ബാഷ്പീകരിച്ച് ഇത് ചെയ്യുന്നു. അപ്പം തിരിച്ച് ആ ഒരു സർക്കിൾ ഇവിടെ നടക്കുന്നത് ഇതിനകത്ത് ഈ കുപ്പിക്കകത്ത് നടക്കും. അതൊരു കൊച്ചു ഭൂമിയാണ്, ഒരു ചെറിയ ഗോളമാണ് ഇതൊരു ഭൂമി. ഇതിന്റെ നമ്മൾ ഉണ്ടെന്ന് കണക്ക് കൂട്ടിയാലോ ഭൂമിയിൽ എങ്ങനെയാണ് ആ ഒരു സർക്കിൾ നടക്കുന്നത് അതേ രീതിയിലാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പൊ നീ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ നമ്മളിപ്പോ വൺസ് ഇതിനകത്തൊരു വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെയിൻലി ഒരു 3-4 മന്ത്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇൻ കേസ് ഡെത്ത് പ്ലാന്റ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ പിക്ക് ചെയ്ത് കളയുക എന്ന് മാത്രമാണ് ഇതിന്റെ അകത്ത് വരുന്നത്. പിന്നെ ഇനി കുറെ 1 വർഷം 2 വർഷമൊക്കെ ആകുമ്പോൾ ഇതിനൊരു ഗ്രോത്ത് വരും. നല്ല ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ അതിനെ ട്രിം ചെയ്ത് വിടണം. അത് നമുക്ക് ആവശ്യമുണ്ട് ചെയ്താൽ മതി. അത് നമ്മുടെ ഒരു വിഷൻ, നമ്മുടെ പൂക്കളൊക്കെ വരുമോ? പൂക്കളില്ലാത്ത ചെടിയാണ്. അത് മൊത്തം ഗ്രീനിഷ് ആണ് മൊത്തം വരുന്നത്. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കൂടുതൽ. അതായത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി കൂടിയ പ്ലാന്റുകളായിരിക്കും ക്ലോസ്ഡ് ടെറേറിയത്തിൽ വരുന്നത്. അത് മൊത്തം ഗ്രീൻ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. അതിന്റെ നമുക്ക് ഡ്രിപ്പ് വുഡ് വെക്കാം, അതായത് നമ്മുടെ ഈ മരങ്ങളില്ലേ, അപ്പൊ അത് വെക്കാം. അപ്പൊ നമുക്കൊരു വിഷ്വൽ ഇച്ചിരി എഫക്ട് കൂടുതൽ കിട്ടും. നമ്മുടെ വാനത്തിലെ ഒരു മരം വീണ് കിടക്കുന്ന രീതിയിലൊക്കെ മരത്തിന്റെ പീസുകൾ വെക്കാം. ഒടിഞ്ഞ പീസുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ഡ്രിപ്പ് വുഡ് എന്ന് പറയാം, മേടിക്കാൻ കിട്ടും. അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു പ്രോയിന്റ് ഫംഗസ് ഉണ്ടാവും. ആ ഫംഗസ് ഉണ്ടാകുമ്പം അത് നമുക്ക് ഈ ടെറേറിയത്തിൽ നശിപ്പിക്കും, പുറത്തുനിന്ന് നമുക്ക് വെക്കുന്നത്. പക്ഷെ ആ ഫംഗസിനെ നശിപ്പിക്കാൻ നമുക്ക് ഒരു സൂക്ഷ്മ ജീവിയുണ്ട്. സൂക്ഷ്മ ജീവിയുടെ പേരാണ് നമുക്ക് സ്പ്രിംഗ് ടൈൽസ് എന്ന് പറയും. അപ്പൊ ഒരു കുഞ്ഞു വെള്ള സൂക്ഷ്മ ജീവിയാണ്. അത് നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മള് പ്ലാന്റുകൾ മാത്രമല്ല ചെറിയ സൂക്ഷ്മ ജീവികളെ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ഓരോരുത്തരും നമ്മൾ വെക്കുന്നുണ്ട്. 2 ഉണ്ട്. അതിൽ ഫംഗസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഇത് ചെയ്യാം. അപ്പൊ ഡെപ്ത് ആയിട്ട് വരുന്നതിന്റെ നമുക്ക് ഫംഗസ് വരുവാണെങ്കിൽ ഈ സ്പ്രിംഗ് ടൈൽസ് പോയി അത് കഴിച്ച് അത് പിന്നെ മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ട് സാധനം. ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. സ്പ്രിംഗ് ടൈൽസിനെ ഓൾറെഡി നമ്മൾ പ്ലേസ് ചെയ്തു. ഇതിന്റെ വിഷ്വൽസ് നമുക്ക് ഇതിൽ കാണിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ടല്ലോ. അപ്പം നീ വന്നത് ഇപ്പൊ നീ എത്ര ടെറേറിയം ഉണ്ടാക്കി കഴിഞ്ഞു? ഇപ്പൊ ഒരു 3-4 ടെറേറിയം നമ്മൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. 2 സെയിൽ പോയി കഴിഞ്ഞു ഓൾറെഡി. പിന്നെ 2 ഓർഡർ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നാൾ 2 ആഴ്ച നമ്മൾ ഇതിനെ ഒന്ന് പരിചരിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കത്തുള്ളൂ. പ്രോഡക്റ്റിനെ റെഡിയാക്കി കഴിഞ്ഞ് ഒരു 2 ആഴ്ചയും കൂടെ നീ തന്നെ പരിപാലിച്ച് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ വരുത്തി അതൊന്ന് പരിപാലിച്ച് ഒരു സൈക്കിൾ ആയതിനു ശേഷമാണ് ഈ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന് ഈ പ്ലാന്റ്സിന്റെ വെള്ളം നീ ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് കുപ്പിക്കകത്താണ് ഇരിക്കുന്നത്. ഇതിന് ലൈറ്റിംഗ് വേണ്ട, നാച്ചുറൽ ലൈറ്റ് നമ്മൾ മുറിക്കകത്ത് വെച്ച് ലൈറ്റ് മതിയോ? ഇതിന് നമുക്കൊരു നോർമൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിലോട്ട് അടിക്കരുത്. മുറി തന്നെ വെക്കാം. മുറിയിൽ ഉള്ള വിൻഡോസിന്റെ അടുത്ത് നമുക്ക് വെക്കാം. നോർമൽ അടിക്കുന്ന വെട്ടം അതൊരു 8 മണിക്കൂർ വെട്ടം അടിച്ചാൽ മതി ഒരു ദിവസം. നമ്മുടെ വിൻഡോയ്ക്ക് അകത്തൂടെ വരുന്ന സാധാരണ വെട്ടം, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കണ്ട. നമ്മുടെ മുറിയിലുള്ള വെട്ടം ഇതിനകത്ത് വരണം എന്ന് മാത്രം.
അപ്പൊ ഇത് കൂടാതെ നമുക്ക് ഇൻ കേസ് നമുക്ക് വെട്ടമില്ല, ഒരു ഡാർക്ക് ആയിട്ടുള്ള റൂമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ലൈറ്റ് കാണിച്ചു. ഇത് നമ്മള് ഷോക്കേസ് നമുക്ക് വെക്കാൻ പറ്റും. ടേബിളിലാകുമ്പോൾ ഇതിനടുത്ത് ചേർത്ത് വെക്കണം. ടേബിളിലാകുമ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നടക്കുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമുള്ള ഒരു വെട്ടം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലാന്റ്സുകൾ സർവൈവ് ചെയ്യും, ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇത് നമുക്കൊരു 8 മണിക്കൂർ ഇതിങ്ങനെ വെട്ടം കൊടുക്കണം ഒരു ദിവസം. അപ്പൊ അതിനെന്തെങ്കിലും സ്പെസിഫിക് ലൈറ്റ് ആണോ? എന്തെങ്കിലും 15 വാട്ടിന്റെ വൈറ്റോ ക്ലൗഡ് ആയിട്ടുള്ള വെട്ടം. ആക്ച്വലി വെട്ടം കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഇപ്പൊ ഒരു ഷോക്കേസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തീർച്ചയായിട്ടും പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ കൂടി ചെയ്യും അല്ലെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അത് ആളുകൾക്ക് അത് വീട്ടിൽ മേടിച്ചു വെക്കാൻ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ് അത്. കാരണം ലൈവ് പ്ലാന്റ്സ് ഒരു അപ്പം ഇതുപോലത്തെ കുട്ടികൾ മാത്രമല്ലല്ലോ, വിവിധ തരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ രീതിയിലും ഇപ്പൊ തുടക്കായതാണ് ഈ ചെറുത് വെച്ച് തുടങ്ങിയതെന്ന് തോന്നുന്നു അല്ലെ. ഇതിലും ചെറുതുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും, വലുതുമുണ്ട്. വിവിധ തരത്തിലുള്ള ജാറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് നോക്കാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരെണ്ണം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വലുത് ഇതിനേക്കായി ഒരു വലുപ്പമുള്ളതാണ്. എനിക്ക് ഈ ഒരു ടൈപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും. അപ്പൊ ഇത് 5 ലിറ്ററിന്റെ അടുത്ത് വരും, ഇത് 3 ലിറ്ററിന്റെ അടുത്ത് വരും, ഇതൊരു 1 ലിറ്ററിന്റെ 1-2 ലിറ്ററിന്റെ അടുത്ത് വരും. പിന്നെ നമുക്ക് ചെറിയ ടെറേറിയം, അതായത് നമുക്ക് ഇത്രയും ചെറുത് അതുമല്ല, എന്നാ അതിന് താഴെയുള്ള ഇതില് ചെയ്യാം, നമുക്ക് ടെറേറിയം ചെയ്യാം, ഇതിനും ചെയ്യാൻ പറ്റും. ഇതില് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ടെറേറിയം. ഇത് നമുക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കെയറും വേണ്ട. ഇത് നമുക്ക് കുറെ നാള് നമുക്ക് നിർത്താൻ പറ്റും. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. നമുക്കിത് ഇപ്പൊ ഒരു കപ്പിൾസിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് പ്ലേസ് ചെയ്യും. ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ളത് ലവേഴ്സ് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ചെറിയ ലൈവ് പ്ലാന്റ്സ് നമുക്ക് ടെറേറിയമായിട്ട് ഇത് ലവ് ഷേപ്പ് ആണ്. അപ്പൊ നിനക്ക് അവർക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ടൈപ്പ് വിവിധ തരത്തിലുള്ള ജാറുകൾ അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ അത് നിനക്ക് അവർക്ക് കാണിക്കാൻ പറ്റും, അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം എന്നോട് ഇപ്പൊ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ഇത് വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ ഏത് ടൈപ്പ് ഉള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ലവേഴ്സിനാണെങ്കിൽ ആ രീതിയിൽ, നമുക്ക് വീട്ടിൽ വെക്കണമെന്നാണെങ്കിൽ, ഓഫീസ് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയാണ്, എത്ര വലിപ്പം വേണം, എത്ര ചെറുത് വേണം, അത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഇതൊരു കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഒരു പാറ്റേണിലുള്ള ഇത്തരം വലിപ്പമുള്ളവരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതായത് പല തരത്തിൽ. അപ്പൊ ഇതിന് കുറച്ചുകൂടെ കോസ്റ്റ് കുറവായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം ഇത് പല തരത്തിലുള്ള ടെറേറിയം സൈസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇതിപ്പോ നമുക്ക് ഇപ്പം വിദേശത്തേക്കൊക്കെ ഓർഡർ ചെയ്തത് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമോ? ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത്ര വലിപ്പമുള്ളത് വരുമ്പോൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് പോലെ ഇതിപ്പോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് മൂവ്മെന്റ് വന്നു കഴിയുമ്പോൾ ഇത് പ്ലേസ് മാറിപ്പോകാനുള്ള ചാൻസ്. ഇതിപ്പോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് തലതിരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ചെയ്യും. അപ്പൊ അതിനൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ട്രാൻസ്പോർട്ട് ഈ ലാവ റോക്സ് ഇപ്പൊ വെച്ചിട്ടുണ്ടല്ലോ, ലാവ റോക്സ് നമ്മൾ സെപ്പറേറ്റ് ആക്കും. ഇതിനകത്ത് മോസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ പായെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്ലേസ് മാത്രം ചെയ്യും. അതിലിപ്പോ ഒരു ഏത് പൊസിഷൻ ആണ് അത് പ്ലേസ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ സ്പോഞ്ചോ കോട്ടണോ വെച്ച് ഇത് ചെയ്തിട്ട് ജാർ ടൈറ്റ് ആക്കും. ടൈറ്റ് ആക്കിയതിനു ശേഷം ഇതിനകത്ത് വരുന്ന പ്ലാന്റുകൾ നമ്മൾ അവിടുന്ന് ഇപ്പൊ എവിടെയാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത്, ഇപ്പം ഇവിടെ അടുത്ത കൊല്ലമാണെങ്കിൽ നമുക്ക് കൊറിയറായിട്ട് അയക്കും. പക്ഷെ വേറൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് നമ്മൾ അവിടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിന്റെ കൂടെ തന്നെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. സെപ്പറേറ്റ് ആയിട്ട് ലൈവ് പ്ലാന്റ് അയച്ചു കൊടുക്കും. ഇപ്പം പ്ലാന്റ് അയച്ചു കൊടുക്കും, റോക്സ് അയച്ചു കൊടുക്കും. അത് ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതും അയച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം നമ്മളൊരു കൺസൾട്ടേഷൻ ചെയ്ത് നമ്മളത് പറഞ്ഞു കൊടുക്കും. ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എവിടെ പ്ലേസ് ചെയ്യണം, എന്തെല്ലാം ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം, ഫെർട്ടിലൈസേഷൻ ഏത് യൂസ് ചെയ്യണം, പിന്നെ ഈ സ്പ്രിംഗേറ്റ്സിന് അവിടെ അവൈലബിൾ ആണോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ അതും കൊച്ചു ജാറിലാക്കി അതും അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് ഒരു ശേഷം പറയാനുള്ളത്. നീ ഇങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇത് ആളുകൾക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ നിനക്ക് വേണമെങ്കിൽ എടുക്കാം. തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം. അതായത് ഈ സാധനം എല്ലാം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുത്താൽ മതി. പിന്നെ ലൈവ് പ്ലാന്റ്സ് അവരുടെ നാട്ടിൽ ഏത് രാജ്യത്തായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അവർക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്ത് അവരുടെ വീടുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. നിനക്കപ്പോ അത് വേണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നിനക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റും. ടൂൾസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട്
നിനക്ക് തന്നെ അപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബില് ഇതുപോലെ ഇത് ഒരു ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് വർക്ക്ഷോപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈൻ വർക്ക്ഷോപ്പുകൾ നമുക്ക് ചെയ്യാൻ ഈ പറ്റും. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ആളുകൾക്ക് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നീ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാൽ ചില ടെക്നിക്കൽ ടേംസ് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാത്ത. വർക്ക്ഷോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മളിപ്പം ഒരു ഇത്ര ദിവസത്തെ ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സ് 2 പേരുണ്ട്, അവർക്ക് ഇതുപോലെ ടെറേറിയം പ്ലാൻ ചെയ്യണം. അപ്പം അവർ 2 പേരും നമുക്ക് ഒരു ദിവസം അപ്പോയിന്റ്മെന്റിൽ നമ്മൾ ഒരു ദിവസം ക്ലാസ് അറേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഓൺലൈനിൽ നമുക്ക് ആ ടൈമിൽ 2 പേരും അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ക്ലാസ് എടുത്ത് കൊടുക്കും, ഏത് രീതിയിൽ ചെയ്യണം. അപ്പൊ അവരെവിടെ? അവരവരുടെ വീട്ടിൽ തന്നെ നീ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, അതായത് ലൈവായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ലൈവിലൂടെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് വർക്ക്ഷോപ്പ്. ഇത് രണ്ടും ഇത് ഓൺലൈനാണ്, ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈനും നമുക്കിപ്പം ഫ്രാങ്ക്ഫർട്ടിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിവിടെ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിലാണ് ഉള്ളത്. ഓക്കെ, അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മളൊരു കഫേ ചൂസ് ചെയ്യുന്നു, അവിടെ നമുക്ക് എത്ര കസ്റ്റമേഴ്സ് വരും, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതായത് വർക്ക്ഷോപ്പ് ആ ക്ലാസ് ആണ് ഇതിനെ പറയുന്നത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ ഇതുപോലെ ജാറുകള് പ്ലേസ് ചെയ്യും. നമ്മളവിടെ ജാറുകളുണ്ടാവും, പിന്നെ ചെടികളുണ്ടാവും. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, മനസ്സിനെ അണങ്ങിയ രീതിയിൽ നമുക്കത് അവർക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്ത് വെക്കേണ്ട പ്ലാന്റ്സ് സെലക്ട് ചെയ്യാം, അതിനകത്ത് വെക്കേണ്ട വുഡൻ പീസുകൾ സെലക്ട് ചെയ്യാം, അതിനകത്ത് വെക്കേണ്ട റോക്സ് കല്ലുകൾ ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് ചെയ്ത് അത് സെറ്റ് ആയി കഴിയുമ്പോൾ അവർക്ക് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് സ്വന്തമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് തുച്ഛമായ പീസ് മാത്രം ഈടാക്കി ഇതിന്റെ പീസ് മാത്രം നമ്മൾ ഈടാക്കിക്കൊണ്ട് അങ്ങനെയാണ് വർക്ക്ഷോപ്പ്. അത് വർക്ക്ഷോപ്പ്. ഇപ്പം അതിന് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ജർമ്മനിയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയോ ആയിക്കോട്ടെ, അത് നീ പറഞ്ഞു ഇങ്ങനെ വിവിധ രീതിയിൽ അത് എന്താണ് സ്പോഞ്ച് വെച്ച് അത് മറിഞ്ഞാലും തിരിഞ്ഞാലും പോകാത്ത രീതിയിൽ അങ്ങനെ ഓൾറെഡി കസ്റ്റമേഴ്സ് വേറെ അങ്ങനെ ഓൾറെഡി ആളുകൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി, അല്ലെ? ഇല്ല, നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതായത് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്, ഡാമേജ് അല്ലാത്ത രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇതിന്റെ മെറ്റീരിയൽസ്, ഇതിന്റെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അവിടുന്ന് ലൈവ് പ്ലാൻസ് വാങ്ങിച്ച് അത് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നീ അതിന് അപ്പൊ അവരെ പഠിപ്പിച്ചാൽ മതി, ട്യൂട്ടോറിയൽസ് എടുത്താൽ മതിയാവും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളൊരു ടൈം സെറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ഇത് ഏത് രീതി ചെയ്യണം, ഏത് ലെയർ, ആദ്യം ഒരു ലെയർ ഉണ്ടെങ്കിൽ ആ ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ 3 ലെയർ നമ്മളിതിന്. ഇതിനകത്ത് മണ്ണ് അടിക്കിടക്കുന്ന മെറ്റീരിയൽ, ഐ മീൻ എന്താ മണലാണ്? ഫസ്റ്റ് വരുന്നത് ക്ലേ ബോൾസ് നമ്മളിതൊരു മേടിക്കുന്നതാണ് ആക്ച്വലി. അത് നമ്മളിപ്പോ തൽക്കാലം ഇപ്പൊ നമ്മൾ ഇതെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് ക്ലേ ബോൾസ് എന്ന് പറയുന്നതാണ്. ഇത് ആമസോണിൽ നമ്മൾ മേടിച്ചതാണ് ക്ലേ ബോൾസ്. അതായത് നമ്മൾ കളിമണ്ണില്ലേ, കളിമണ്ണാണ് ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹോർട്ടിക്കൾച്ചർ മീഡിയം ക്ലേ ബോൾസ്. നമ്മളിത് ക്ലേ ബോൾസ് നമ്മൾ ആദ്യം ഇതിനകത്ത് ഇടാം. അപ്പൊ ഇത് വെറുതെ എന്തെങ്കിലും ഒരു മണ്ണ് വാരിയിടും അല്ല, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതിനെ നമ്മൾ ക്ലേ ബോൾസ് ഇട്ട് അതിനൊരു പൊസിഷൻ അതിനെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിലാണ് നമ്മൾ വെള്ളം ഇതൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ ഒരു 2-3 ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് നമ്മൾ ഡ്രിം ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ പൊസിഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. പിന്നെ ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഇൻസ്ട്രുമെന്റിന്റെ ഒരു വീഡിയോസ്. ഇത് ഡ്രിം ചെയ്യാൻ വേണ്ടിട്ടുള്ളത് അത് ലോങ് ആയിട്ടുള്ള, അപ്പം ഓരോ സൈസിനും അനുസരിച്ചുള്ള നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു കൈയിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കൈ കിടക്കണ്ട, നമുക്ക് ഈ ഫോർസെപ്സ് വെച്ചിട്ട് തന്നെ. അതുപോലെ പ്ലാന്റിനെ നമ്മൾ പ്ലേസ് ചെയ്തില്ല, പ്ലാന്റ് ഞാൻ കാണിച്ചു, പ്ലാന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതും ഇതാക്കിയുള്ള പ്രോസസ് വെച്ചിട്ടാണ്. ഈ സാധനം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഈ മെറ്റീരിയൽസിലൂടെ കൂടെ അയച്ചു കൊടുക്കും. അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു ജാറ് ഇത് മാത്രമല്ല, നമ്മൾ പരിപാലിക്കാൻ ആവശ്യമുള്ള ടൂൾസും കൂടെ ഇതേ പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇത്രയും ടൂൾസുകളാണോ? ഈ 4 ടൂൾസ് ആണുള്ളത്. ഈ 4 ടൂൾസും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് മണ്ണ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ.
ഇതിനകത്തുള്ളതാണോ അത് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് മേടിക്കുന്നത് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നത്. അല്ല ഇപ്പൊ നിന്റെ ഒരാളെ വാങ്ങിക്കുവാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യും. ഇപ്പൊ എനിക്കിത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കിത് കാലവർഷം മണ്ണ് തട്ടി ഇത് നമ്മൾ വീട്ടിൽ ടെററിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അതെ, അതിന്റെ ആവശ്യമുള്ളത്. അത് നിങ്ങളിപ്പോ ഈ രീതിയിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഇതിന് പരിപാലിക്കാൻ ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം മതിയാവും. ഇതിന്റെ ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ എന്താണ് ഇതിൽ കാണിക്കാം. പിന്നെ ബിനുവിന്റെ പേജ് എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ട്. എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പേജ് ഉണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്യുക, അത് നോക്കുക. അതിനായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് നിങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഇതിനകത്ത് നീ ഇപ്പൊ പറഞ്ഞു ഇതിനകത്ത് ക്ലേ ബോൾസ് ഇട്ടു. അതിനുശേഷം പിന്നീട് നമ്മൾ ഇതിനകത്ത് ചാർക്കോള് കൽക്കരി നമുക്കത് അതൊരു ലെയർ നമ്മൾ ഇടും. ഇപ്പൊ നീ പുതിയ ഉണ്ടാക്കുവാണോ? ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. നമുക്ക് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കഴുകാം. ചാർക്കോള് നമുക്ക് കഴുകി അതിനകത്ത് ഒരു ഇത് കളഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിത് ലെയർ ആക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെ തൊട്ടാണ് നമ്മൾ അവരവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് അറിയുന്നത്. ഇപ്പൊ നമുക്കൊരു കെയർഡായിട്ട് വേണോ, അതൊരു ഫ്ലാറ്റ് ആയിട്ട് വേണോ, പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യണോ എന്നുള്ളത് ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇതിനകത്ത് നമുക്കൊരു ഇതിന്റെ ബേസ് ആണ് കസ്റ്റമൈസേഷൻ വരുന്നത്. നമ്മളിപ്പോ ഇതിനകത്ത് ഒരു നെറ്റ് ഇടും. ഈ നെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മേളിൽ മണ്ണാണ് വരുന്നത്. ഇതിന്റെ മേളിലോട്ട് നമ്മള് മണ്ണെന്ന് പറയുന്നത് നമ്മള് പിന്നെ ഇതില്ലേ ചകിരിച്ചോറ്, ചോറിന്റെ മണ്ണാണ് ഉപയോഗിക്കുന്നത്. ടെറേറിയത്തിൽ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്ന ഒരു തരം മണ്ണ് നമ്മൾ ഇതാക്കി എടുത്തേക്കുന്നതാണ്. അത് ചകിരിച്ചോറും നമ്മുടെ സാധാ മണ്ണും മിക്സ് ചെയ്ത് അത് ആക്കി എടുത്തേക്കുന്നത്. അപ്പം ആ മണ്ണ് നമ്മൾ ഇതിന്റെ യൂസ് ചെയ്യും. അപ്പൊ ആ മണ്ണ് ഇതുമായിട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു നെറ്റ് ഇതില് വിരിക്കണം. അത് മസ്റ്റായിട്ടാണ്. അത് വിരിക്കുമ്പോൾ അത്രയും നമുക്ക് ഫെർട്ടിലൈസേഷൻ ഇതിന്റെ അകത്ത് നടക്കുന്ന ആ വെള്ളം താഴോട്ട് പോയി ആ മണ്ണും ഈ ചാർക്കോളും മിക്സ് ആവാതെ ഇരിക്കും. മനസ്സിലാവും. നെറ്റ് യൂസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ഇനിയാണ് നമ്മുടെ പ്ലേസ് മണ്ണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി എടുത്തേക്കുന്ന മണ്ണാണ്. ഇത് ടെറേറിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണാണ്. അപ്പൊ നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പം പോഡ്കാസ്റ്റിനിടയ്ക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഇപ്പം ചേട്ടനോട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുള്ളത് വേണം. നമ്മളൊരു സൈഡ് ചരിഞ്ഞുള്ളത് വേണോ? ഈ ലാൻഡ്സ്കേപ്പിംഗ് ഇത് ലാൻഡ്സ്കേപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ലാൻഡ്സ്കേപ്പാണ്. ഓക്കെ, നമുക്ക് അന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫ്ലാറ്റ് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിന്റെ നമുക്ക് ഇതില് 1/3 മാത്രമേ ഇത് നിറയ്ക്കാവൂ. മണ്ണ് നിറയ്ക്കാവൂ. 1/3 ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഇതെന്ന് പറയുമ്പോ ഇത്രയും വലിപ്പമുള്ള ഒരു കുപ്പിയാണ്. ഇതിനേക്കാളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ അത് നല്ല പ്രൈസ് വരും. അത് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഓഫീസിൽ ഇതിപ്പോ ഒരു ഗ്ലാസ് ജാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് ജാറിനകത്ത് വലിയ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രിപ്പ് ഫുഡ് ഒക്കെ വെച്ച് അതിന്റെ ആ വിവിധ പോസിബിലിറ്റീസ് ഉള്ള ആ ഗ്ലാസിന്റെ ഷേപ്പുകൾ നമ്മൾ ഇതിൽ കാണിക്കാം. ഫോട്ടോസും അതായത് എന്തുമാത്രം വലിപ്പമുള്ളത് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ചുള്ള കോസ്റ്റ് വരും, അതനുസരിച്ചുള്ള സമയമെടുക്കും. അത് നിങ്ങൾ ഏത് രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് തരേണ്ടത് എന്നതിനെയൊക്കെ അതിന്റെ ലോജിസ്റ്റിക്സ് വശങ്ങൾ നോക്കേണ്ടി വരും. ഇപ്പൊ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ചുള്ള ഷിപ്പിംഗ് കോസ്റ്റും പ്രോഡക്റ്റ് കോസ്റ്റും വരും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. വിവിധ തരത്തിലുള്ള പോസിബിൾ ആയിട്ടുള്ള ഒത്തിരി വലുതും ചെറുതും മീഡിയവും ഇപ്പൊ നമ്മളിപ്പം ഏറ്റവും ചെറുതൊക്കെ ഇവിടം വരെ പറഞ്ഞു. പക്ഷെ വലിപ്പം നമുക്ക് എത്ര വേണേലും കൂട്ടാമെന്നാണ് ബിനു പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസിലും ഷേപ്പിലും വലുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് റോക്സ് വെക്കാം. റോക്സ് കാണിച്ച് ഇത് പർച്ചേസ് ചെയ്ത ഇത് നമ്മള് സാധാരണ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇപ്പം കിട്ടുന്നതാണ്, നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ.
പലതരം റോക്സുകൾ നമുക്ക് ലാവ റോക്സ് ആണ് ഇതിൽ വെച്ചിരിക്കുന്ന ലാവ റോക്സ് എന്ന് പറഞ്ഞൊരു റോക്സ് സാധാരണ നമ്മള് റോക്സ് അത് കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് രീതിയിൽ നമുക്ക് ഇപ്പൊ അതിന് വെക്കണ്ട നമുക്ക് ഓരോരുത്തരും ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാറില്ല ഇപ്പൊ നമുക്ക് ട്യൂട്ടോറിയൽസ് വീഡിയോസ് നീ പിന്നീട് കാണിച്ചാൽ മതി, കുഴപ്പമില്ല. ഇപ്പൊ ഈ ഇനി എനിക്കറിയാവുന്നത് ഈ ടെറേറിയം ചെയ്ത് തുടങ്ങിയപ്പോ ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് ഈസ് ഫോർ യു? ഇത് ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഈ പരിചരണം കുറവാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്കിത് എങ്ങനെ കാഴ്ചയിൽ എത്രത്തോളം നല്ലത് എന്ന് നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ സാധാരണ വ്യൂ കിട്ടുന്നതിനേക്കായി കൂടുതലായിട്ട് നമുക്കൊരു ഉള്ളിൽ സന്തോഷം തരുന്ന രീതിയിൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. ബിനു, എനിക്ക് ഇനി അറിയാനുള്ളത്, നീ ഈ പ്രോജക്റ്റിലേക്ക് വന്നപ്പോ ഇത് എന്തുമാത്രം ചലഞ്ചിങ് ആണോ, അല്ലെങ്കിൽ ഹൗ സാറ്റിസ്ഫൈങ് ഇറ്റ് ഈസ് ഫോർ യു, അല്ലെങ്കിൽ എന്താണ് നിനക്കിപ്പോ ഫീൽ ചെയ്യുന്നത് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ? ഇതെന്ന് പറയുന്നത് നമുക്ക് 100% ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിലൂടെ കിട്ടുന്നത്. ഇപ്പം ചെടികളെ ഇഷ്ടപ്പെടുന്നത്, ചെടികൾ ഗ്രീനിഷ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ ഒരാളാണ് ഞാനും. അപ്പം ഈ ഇൻഡോർ പ്ലാന്റിനൊക്കെ ആയി കൂടുതൽ നമുക്ക് മനസ്സിന് നല്ലൊരു എന്താ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് നമുക്ക് ടെറേറിയം ചെയ്യുമ്പോൾ. ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഒരു ദിവസം ഒരെണ്ണം ചെയ്യണം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമുക്കിപ്പം വെറൈറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരേ പാറ്റേൺ നമുക്ക് പിടിക്കാൻ അല്ലാത്ത രീതിയിലുള്ളത് കൊണ്ട് ഈ ലാൻഡ്സ്കേപ്പ് ആയാലും നമുക്ക് അതിലൂടെ ബ്രിഡ്ജ് ഒക്കെ ചെയ്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളത് അല്ല ഒരേപോലെ പാറ്റേൺ അല്ല, ഓരോ പ്രോജക്റ്റ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ചെയ്യുന്ന പോലെയല്ല ഇപ്പൊ ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഒരു നടപ്പാത പോലെ നമുക്ക് ഇത് സെറ്റ് ചെയ്യുമോ? ഇപ്പൊ രണ്ട് സൈഡിൽ നമുക്ക് രണ്ട് ചെടികൾ വരും. ശരിക്കും ആർട്ട് വർക്കാണ്. അതെ അല്ലേ? അതെ എന്ന് വേണം പറയാൻ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതില് സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പം ഇത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരാളുടെ ടേസ്റ്റ് ആയിരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പം ഓരോരുത്തരും ഇപ്പം പാക്ക് ചെയ്ത് അയച്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നില്ല. ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം എന്നോട് ഇഷ്ടമുള്ളത് ചെയ്തോളം പറഞ്ഞിട്ടാണ് ലാവ്സും ലാൻഡ്സ്കേപ്പും ഇത് ഫ്രീഡം ഇതിപ്പോ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നടപ്പാത ചെയ്യുന്നു, രണ്ട് സൈഡില് ഇത് വരുന്നു, നടുക്കിയുടെ ഒരു വഴി പോലൊരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ടെറേറിയം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതുപോലെ ഇതിന്റെ ജാറിന്റെ വലിപ്പം കൂടുന്തോറും കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാനും പറ്റും. ഇപ്പൊ ജാറിന്റെ വലിപ്പം കുറയുന്തോറും അത്രയും ആ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കുറയാനും ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ഒരു മൂന്നിലൊന്ന് ഭാഗം നമുക്ക് മണ്ണ് നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ച് ചെടികൾ മാത്രമേ നടക്കൂ. 1-2 മോസസും ഒരു ചെറിയ പ്ലാന്റ് മാത്രമേ നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഇതിപ്പോ ഇതിനേക്കാളും വലിപ്പം കൂടുതലുണ്ട് ഇതിന്. ഇത് നമുക്ക് 2 ലെയർ വീതം രീതിയിൽ ചെയ്യാൻ പറ്റും. ഇച്ചിരി വലിപ്പം കൂടുവാണെങ്കിൽ നമുക്ക് അതിൽ ഒരു ബ്രിഡ്ജ് ഒക്കെ ചെയ്ത് അതിനകത്തൂടെ നമുക്കൊരു ആ മണ്ണ് ബ്ലൂയിഷ് ആയിട്ടുള്ള മണ്ണ് ഇട്ട് നമുക്കൊരു പുഴ പോലെ ആക്കി അതിന്റെ സൈഡിൽ രണ്ടിലും നമുക്ക് പ്ലാന്റ് നട്ട് പുഴ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആ മണ്ണില്ലേ, ഇതിനൊരു അക്വേറിയം മണ്ണ് കിട്ടും. അപ്പൊ അതിനകത്ത് കളറായിട്ടുള്ള മണ്ണ് കിട്ടും. അപ്പൊ കളർ മണ്ണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ 2 തിട്ടയിൽ ഇതുപോലെ കല്ലുകൾ വെച്ചിട്ട് പുഴ പോലെ വരുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് നിരവധിയായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉള്ള ആളാണ്. അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവസരം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പം എന്നെ സംബന്ധിച്ചപ്പോ എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു പർട്ടിക്കുലർ റേറ്റ് ഓരോന്നിനും വ്യത്യസ്തമാവാൻ വഴിയുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിനൊക്കെ ആണെങ്കിൽ തന്നെ ഏകദേശം എത്ര യൂറോ? ഇപ്പൊ ഇവിടെ ഞങ്ങൾ ജർമ്മനിയിലായിരുന്നു, നമ്മൾ യൂറോയുടെ കണക്കാണ് പറയുന്നത്. എത്ര യൂറോ ഏകദേശം വരും? ഇത് എനിക്ക് തോന്നുന്നു 8-10 യൂറോയ്ക്കകത്ത് അത്രേ വരുത്തുള്ളൂ. പ്ലസ് ഷിപ്പിംഗ് കോസ്റ്റ് വരും ചിലപ്പോൾ. അപ്പൊ ഇതിന് വെബ്സൈറ്റ് ഉണ്ടോ? ഇല്ല, വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമില് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ഏകദേശം ഒരു 8-10 യൂറോ ഈ ചെറുതിന് വരത്തുള്ളൂ. പിന്നെ ഈ മീഡിയം സൈസ്, ഈ സൈസിനൊക്കെ ഏകദേശം എത്ര വരും? ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും കേട്ടോ. കസ്റ്റമൈസേഷൻ അനുസരിച്ച് അതിനകത്ത് ഉപയോഗിക്കുന്ന കല്ലുകള്, അതിനകത്ത് ഉപയോഗിക്കുന്ന തടി, അങ്ങനെയുള്ളതൊക്കെ ഓരോന്നനുസരിച്ച് അതിന്റെ പ്രൈസ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ റേറ്റ് പറയാനല്ല, എന്നാലും ഒരു ആവറേജ് റേറ്റ് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ചെടികളുടെ ഇതിന് കോസ്റ്റ് ഉള്ളതാണ്. അപ്പം അതിനനുസരിച്ച്
ഡിഫറൻസിയേഷൻ വരും. ഇത് പുറത്തുനിന്ന് ചെടികൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിലവിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നതാണ്. പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്പിൾ ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ഒരുപാട് ജാറുകൾ സൂക്ഷിച്ചത്. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാറാണ്, ചെടിയാണ്. ഇത് ഒത്തിരി ആയിട്ടില്ല. ഇത് അതിന്റെ ഇമേജസ് ഞങ്ങൾ കാണിക്കാം, ഫോട്ടോസ് എടുത്ത് കാണിച്ചാൽ മതി. ഈ കുറെ ജാറുകളിൽ അവന് അതിന്റെ റീപ്രൊഡക്ഷൻ ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, 3-ാം ജാറുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ഇമേജസ് എടുക്കുക, നമുക്കത് കാണിച്ചാൽ മതി. അപ്പൊ ഈ തരത്തിൽ നിരവധിയായ ജാറുകളിൽ ഇതിന്റെ റീപ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മള് ഇപ്പം പർച്ചേസ് ചെയ്താണ് ടെറേറിയത്തിന്റെ വിലയിലേക്ക്. ഇതിന്റെ നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഏകദേശം ഇത് ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20-25 യൂറോയ്ക്കകത്ത് വരത്തുള്ളൂ. ഷിപ്പിംഗ് കോസ്റ്റ് എക്സ്ട്രാ ആണ് നമ്മൾ പറയുന്നത്. ഇത് ചെയ്യുന്ന ഇതിനിപ്പം നല്ല ഏകദേശം 1 ലിറ്റർ 1.5 ലിറ്റർ അല്ല, ഇതിപ്പോ പ്രോഡക്റ്റ് ഫുൾ ആയി കഴിയുമ്പോൾ 3 കിലോ കഴിക്കും. ഏകദേശം അത്രയും കഴിക്കും. അപ്പൊ അതനുസരിച്ചുള്ള ഷിപ്പിംഗ് കോസ്റ്റും വരും. ഓക്കെ ഓക്കെ, കാരണം ഞാൻ എന്റെ ക്യാബുകൾ സെല് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതിപ്പം നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത് 35 യൂറോയുടെ ഒരു ജാറാണിത്. നമ്മളിത് 30 യൂറോയ്ക്ക് 35 യൂറോയുടെ ഫുൾ പ്രോഡക്റ്റ് 35 യൂറോയുടെ കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മള് ആദ്യം ഇത് ഡിസ്കൗണ്ട് പുള്ളിക്ക് ഒരെണ്ണോടെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇനി ഇത് പുള്ളി ഒരെണ്ണോടെ വേണമെന്ന് പറഞ്ഞു. ഇത് ചെയ്തതിന് ശേഷം ഇതിപ്പോ റെഡി ആയി കഴിഞ്ഞു. പുള്ളി കണ്ടു, ഇഷ്ടപ്പെട്ടു, പുള്ളിക്ക് ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഒന്നുകൂടെ ഓർഡർ ചെയ്തു. തീർച്ചയായിട്ടും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം പ്രോഡക്റ്റ് കൈ പോലും കിട്ടിയില്ല, പക്ഷെ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണോ വേറെ? ഞാനിപ്പോ വേറെ രീതി ഒരെണ്ണം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് കൊള്ളാലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ 30 യൂറോയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ 30 യൂറോയുടെ 2 എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ വലിപ്പം കൂടുന്തോറും അതിന്റെ സൈസ് കൂടുന്തോറും അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോ ഇത് ഏകദേശം ആ റേഞ്ചിലുള്ളതാണ്. ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. ഇതിന് പിന്നെ വലിപ്പം കൂടുതലുള്ള ജാറുകൾ നമുക്കത്. അപ്പൊ അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സൈസ് ഏതാണ്, നിങ്ങളുടെ കോസ്റ്റ് ഏകദേശം ഏത് റേഞ്ച് ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ വലിപ്പം കൂടുന്തോറും അതിനനുസരിച്ചുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് തീരുമാനിക്കാം. തീർച്ചയായിട്ടും. നിന്റെ ഈ പ്രോജക്റ്റിന്റെ പേര്, നിനക്ക് ഈ ഇട്ടേക്കുന്ന പേര് എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്നാണ്. അതെങ്ങനെ വന്നു ആ എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്ന ആ ഒരു? അതെനിക്ക് തോന്നുന്നത് ഭയങ്കര ആ ഒരു നിന്റെ ഈ പ്രോജക്റ്റിന്റെ ഫുൾ മീനിങ് അതിനകത്തുണ്ട്, എക്കോ ഗ്ലാസ് പ്ലാന്റ്സ്. എങ്ങനെ ആ പേരിലേക്ക് എത്തി? ഞാൻ കുറെ സെർച്ച് ചെയ്ത് ഗാർഡൻ, എക്കോ ഗാർഡൻ എന്നൊക്കെ കുറെ സെർച്ച് ചെയ്ത് പേരുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തതിനു ശേഷമാണ് ഈ എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്നുള്ളത് എത്തിയത്. അത് ഇതൊരു എക്കോ സിസ്റ്റമാണ്. ഈ എക്കോ സിസ്റ്റമാണ്. അപ്പം ആ എക്കോ സിസ്റ്റം നിർബന്ധമായിട്ടും വേണമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എക്കോ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഇതൊരു ഗ്ലാസ്സിലാണ്. അതെ, പിന്നെ ഇതിനകത്ത് പ്ലാന്റ്സ് ഉണ്ട്. അതെ, സിമ്പിൾ. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ വന്നു, ആ ബ്രാൻഡ് നെയിമിൽ വന്നു. എക്കോ വന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള 2 പ്രോഡക്റ്റുകളും ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഇതിപ്പോൾ ഒരു ഇക്കോ സിസ്റ്റം ആണല്ലോ, അതൊരു ലൈവ് സിസ്റ്റം ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ പേര് അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു പേര് തന്നെയാണ് എടുത്തേക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്നുള്ളത്. നമുക്ക് അപ്പം ഒരാളുടെ അടുത്ത് എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ. അതായത് എക്കോ സിസ്റ്റം ഉണ്ട്, അവിടെ ഗ്ലാസ്സിൽ പ്ലാന്റ്സ് വരുന്നു എന്നത് നമുക്ക് പറയാതെ തന്നെ വെർബലി അത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിന്റെ ഒരു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം, ഞാനും അതിനകത്തൊരു 10 പേര് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നത് ഞാനിത് ബിനു ഇത് എന്റെ നമുക്കറിയാം, ഇത് ബിനു യൊമാട്ടി ക്ലബിൽ ഉള്ള ഒരു മെമ്പറാണ്. എന്റെ യൊമാട്ടി ക്ലബിൽ തുടങ്ങിയ കാലത്ത് തന്നെ ജോയിൻ ചെയ്ത ഒരാളാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് ബിനുവിന് ഞാനിങ്ങനെ യൊമാട്ടി ക്ലബിന് മെമ്പേഴ്സിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന കഥകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുള്ള പോലെ അടുപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു മിന്നലടിച്ചാണ് ബിനുവും യഥാർത്ഥത്തിൽ ഇതിലേക്ക് വരുന്നത്. അതെനിക്കറിയാം, അത് പേഴ്സണലി പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം ബിനു എന്നോട് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞു, ചെറിയൊരു പരിപാടി തുടങ്ങുന്നുണ്ട്, ഇങ്ങനെ ടെറേറിയം എന്നാണെന്ന് പറഞ്ഞു.
അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ടെറേറിയം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ബിനു തന്നെയാണ് എന്നെ പറഞ്ഞു തന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര വാവ് ഫാക്ടർ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞാ ഡെഫിനറ്റ്ലി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ഭയങ്കര ഐ ക്യാച്ചിങ് ആണ്, ഒരു വാവ് ഫാക്ടർ ഉണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു ഇഷ്ടം തോന്നും. ഈവൻ ദോ അവർ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും ആ പ്രോഡക്റ്റിന്റെ ക്രിയേറ്റിവിറ്റി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു റീല് അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിനെ അതിലൊരു കമന്റ് ചെയ്യാനോ അതിലൊരു ലൈക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുന്ന ടൈപ്പ് പ്രോഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പൊ തുടക്കത്തിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ആ ഒരു എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കേട്ടോ, ഇതിപ്പോ തുടക്കമായതുകൊണ്ടാണ് നിനക്ക് ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നിനക്ക് തുടക്കമായതുകൊണ്ട് എനിക്കറിയാം നിനക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ പുറത്തുനിന്ന് നോക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വാവ് ഫാക്ടറുള്ള കിട്ടില്ല പ്രോജക്റ്റുകൾ നീ ചെയ്യണം. അതിനുള്ള അവസരം നിനക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യണം. ഇതിലൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കരുത്. എപ്പോഴും ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ചെയ്യണം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യണം. ഇതിപ്പോ എനിക്കറിയാം ഈ കുപ്പിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇതിപ്പോ ഇതുണ്ടോ, ഈ ടേബിളിന് അത്രയും വലുപ്പമുള്ള ടൈപ്പ് ഗ്ലാസുകളിൽ വരെ അത് ഓപ്പൺ ആയിരിക്കും. അതാണോ നീ ആദ്യം പറഞ്ഞത് അല്ലെ? ഓപ്പണും ചെയ്യാം, ക്ലോസ്ഡും ചെയ്യാം. ഓപ്പൺ ടെറേറിയത്തിലാകുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുള്ള ചെടികൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പൂക്കളൊക്കെ ഇല്ല. ഇതിന്റെ അകത്തൊന്നും പൂക്കളുടെ ഒരു ഇതില്ല. അതിനകത്ത് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് താല്പര്യം ചോദിക്കുന്നത്. അപ്പൊ ഒരു ഓപ്പൺ ടെറേറിയമാണ് ഞാനിപ്പോ ഓർഡർ ചെയ്ത് വിചാരിക്കുക. ഈ വലുപ്പമുള്ള ഒരു ടെറേറിയമാണെന്ന് വിചാരിക്കുക. അതിനകത്ത് എനിക്കൊരു ചെറിയ പോണ്ട് വേണം എന്ന് നിർബന്ധമുണ്ട്. എനിക്ക് ഒരു പോണ്ട് വേണം. ഓക്കെ, ആ പോണ്ട് അവിടെ വേണമെങ്കിൽ അതിനകത്തൊരു മോട്ടർ വെച്ചൊരു ഫൗണ്ടൈനും നമുക്ക് വേണം. ബാക്കിയൊക്കെ ടെറേറിയം തന്നെ ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു ടേബിളില് എനിക്ക് ഒരു വലിയ സ്ക്വയർ ടേബിളിന് മുകളിൽ എനിക്കൊരു ഗാർഡൻ അവിടെ സൃഷ്ടിക്കണം. ഇതുപോലെ ഗ്ലാസ്സിൽ വെക്കുമല്ല, കുപ്പികളിൽ ഇങ്ങനെ വെക്കുമല്ല. എന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതാന്ന് വിചാരിക്കും. ഇപ്പോഴല്ല, പക്ഷെ എനിക്ക് അതിന്റെ പേഴ്സണലി അങ്ങനെ ചെയ്തു തരാൻ പറ്റും. അതിന്റെ കോസ്റ്റ് കൂടുതൽ എനിക്കറിയാം, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. മോസസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ആ രീതിയിൽ നമുക്ക് ട്രേ നമുക്ക് ഫ്യൂച്ചറിൽ എനിക്ക് തീർച്ചയായിട്ടും ചെയ്തു തരാം. അതായത് ഒരു സ്ക്വയർ ടേബിളില് എനിക്കൊരു വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പത്തെ എന്റെ വീട്ടിലല്ല. ഓക്കെ, അപ്പൊ അവിടെ പക്ഷെ അതിന് നടുക്കൊരു പോണ്ട് വേണം, ഒരു ഫൗണ്ടൈനും വേണം. പിന്നെ ഈ പറഞ്ഞ എനിക്കത് കാണുമ്പോൾ എനിക്കൊരു റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് തോന്നണം. എല്ലാ ദിവസവും രാവിലെ എനിക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാനായിട്ട് എന്റെ ഒരു സ്ട്രെസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഓപ്പൺ ടെറേറിയം എന്നൊരു കോൺസെപ്റ്റിലാണ് അതും ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇതിൽ കാണിക്കാം. അതുപോലെ ഒരു ചെറിയൊരു നമുക്ക് വാളില് ഇപ്പൊ ഒരു വുഡൻ സ്ക്വയറിൽ നമുക്ക് താഴെ മണ്ണ്, ചെളിമണ്ണില്ലേ, അത് ക്ലേ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെടികൾ പ്ലേസ് ചെയ്യും. അതായത് മേപ്പോട്ട് വളരുന്ന ചെടികൾ എന്നിട്ട് ഇത് നമ്മളിവിടെ വെച്ച് ചെയ്തതിന് ശേഷം നമുക്കത് വാളില് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു പിക്ചർ നമ്മൾ വെക്കത്തില്ലേ, ഒരു ഔട്ട്ഡോർ പിക്ചർ നമ്മൾ വെക്കുന്ന പോലെ തന്നെ നമുക്ക് റിയൽ ലൈവായിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാനത് ഇവിടെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാനത് ചെയ്തിട്ട് ഞാൻ വീണ്ടും. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയകളുള്ള ആളാണ്. ഇനിയും ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾ നമ്മൾ ഇനിയും ബിനുവിന്റെ അടുത്ത സ്റ്റേജിൽ ചെയ്യും. ഇപ്പൊ ബിനു 3-4 ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസ് എന്നാണ് ബിനു പറയുന്നത്. പക്ഷെ ബിനുവിന് ഒരുപാട് ഐഡിയകൾ ഇനിയും ഉണ്ട്. അപ്പം ഇതിനേക്കാളും നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ തീർച്ചയായിട്ടും വരും. അപ്പൊ അത് നിങ്ങൾക്ക് ബിനുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്ന പേജ് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ അത് എക്കോ ഗ്ലാസ് പ്ലാന്റ്സ് എന്ന പേജ് ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബില് ഇപ്പം ഉടനെ തന്നെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അപ്പൊ ആ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കൊളാബ് ചെയ്ത് ഇടുന്നുണ്ടാവും. അപ്പോൾ ബിനുവിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിനുവിന്റെ പേജുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും മുന്നോട്ട് അടുത്ത ഒരു ലെവൽ എത്തുമ്പോൾ ഇപ്പൊ എക്കോ ഗ്ലാസ് പ്ലാന്റ്സിന്റെ വളരെ ഏർലി സ്റ്റേജിലാണ്. ഒരു 4-5 പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും ഒരു 10-25 പ്രോജക്റ്റ് ആയി കുറച്ചുകൂടെ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു പോഡ്കാസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യും. അപ്പോ നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് ഐഡിയകൾ പ്രോജക്റ്റുകൾ ഇനിയും വരട്ടെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനെ മാത്രമേ ഇതുപോലുള്ള പ്രോജക്റ്റുകളിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ടിയിട്ടുള്ളത് നീ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടായിക്കോട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
യൊമാട്ടി ക്ലബ്ബ് എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇതിലുള്ള ആളുകൾക്കുള്ള ഗുണം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ചേർന്നാലുള്ള പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യൊമാട്ടി ക്ലബ്ബിൽ അംഗമാണെങ്കിൽ, എസ്പെഷ്യലി യൊമാട്ടി ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഏത് കണ്ടന്റും യൊമാട്ടി ക്ലബിലൂടെ നിങ്ങൾക്ക് കൊളാബറേഷൻ ചെയ്യാം. അതും എത്ര കണ്ടന്റ് ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് കൊളാബറേഷൻ യൊമാട്ടി ക്ലബിൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നിങ്ങളുടെ ബിസിനസ് അടിപൊളിയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ പേജിലൂടെയും നിങ്ങളുടെ ബിസിനസ്സിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ യൊമാട്ടി ക്ലബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂകളും ഇൻസ്റ്റാഗ്രാം ലൈവ് കൊളാബറേഷൻസും. ഇനി യൊമാട്ടി ക്ലബിലെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലബിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു ഐഡിയ ഇവിടെ പങ്കുവെക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് തുടങ്ങാനുള്ളൊരു സീഡ് ഫണ്ട് അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഫണ്ടിങ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനാണെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സ്പാൻഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയറുകൾ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഷെയറുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള, ഫണ്ട് തരാൻ താല്പര്യമുള്ള ആളുകൾ യൊമാട്ടി ക്ലബിലുണ്ട്. സോ നിങ്ങൾ യൊമാട്ടി ക്ലബിൽ നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഐഡിയ ഇവിടെ പങ്കുവെച്ച് അത് കൺവിൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് തരാനും നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഷൻ ആവശ്യമുള്ള ഫണ്ട് ശേഖരിക്കാനുമുള്ള ഒരു അവസരം യൊമാട്ടി ക്ലബിൽ നിൽക്കുന്ന അംഗങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, യൊമാട്ടി ക്ലബിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് മറ്റ് നിരവധിയായ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള മറ്റ് ബിസിനസ്സുകളെ കുറിച്ചുള്ള അറിവ്, എക്സ്പോഷർ ലഭിക്കുകയും ആ ഫൗണ്ടറെക്കുറിച്ചും ആ ഫൗണ്ടറുടെ ബിസിനസ് എന്താണെന്ന് വ്യക്തമായ ധാരണ ലഭിക്കുകയും അവർക്ക് എപ്പോഴെങ്കിലും ഫണ്ട് ആവശ്യമുള്ളപ്പോൾ അവർ ഷെയറുകൾ കൊടുക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാവുകയും ആ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയറുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി നടത്തുന്നതോടൊപ്പം തന്നെ, നിങ്ങളുടെ ബിസിനസ് നടത്തുന്നതോടൊപ്പം തന്നെ മറ്റ് നിരവധിയായ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള വിവിധ കമ്പനികളിൽ അവർ ഷെയറുകൾ കൊടുക്കാൻ തയ്യാറാകുന്ന അവസരങ്ങളിൽ അവരുടെ വളരെ ഏർലി സ്റ്റേജിൽ അവരുടെ ഷെയറുകൾ വാങ്ങിക്കാനുള്ള ഒരു അവസരവും യൊമാട്ടി ക്ലബിൽ നിൽക്കുന്ന അംഗങ്ങൾക്കുണ്ട് എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ യൊമാട്ടി ക്ലബിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ പേജുകളിലും എൻ്റെ ബയോയിലും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. യൊമാട്ടി ക്ലബിന് ഒരു ഡെഡിക്കേറ്റഡ് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇതൊരു ബിസിനസ് ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ അതൊരു പെയ്ഡ് ഗ്രൂപ്പും കൂടെയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. നൗ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നൗ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ എൻ്റെ ചാനലിൽ യൊമാട്ടി ക്ലബിലെ മെമ്പേഴ്സ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾ അവരെ സംബന്ധിച്ച് വരും. അപ്പോൾ ഇതുപോലുള്ള പോഡ്കാസ്റ്റുകളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താല്പര്യമുള്ളവർ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.